സ്റ്റോറി ലൈൻ പ്രേക്ഷകർക്ക് തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ യാത്ര തുടങ്ങാണ്. അതിരുവിട്ട അങ്കമാലി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്കമാലിയുടെ അതിർത്തി പ്രദേശങ്ങളിലെ സുന്ദര കാഴ്ചകൾ. അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകും വഴി അഡ്ലസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ് പൊങ്ങം. പൊങ്ങത്ത് ഇടതുവശത്തായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിനടുത്തായിട്ട് മാമ്പ്ര അന്നമനടയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. അതിലൂടെ വന്ന് അങ്കമാലിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിൽ വെസ്റ്റ് കുരട്ടിപ്പാടം എന്ന് പറയുന്നിടത്താണ് ഇപ്പോഴുള്ളത്. കുറച്ചധികം കുട്ടികൾ മീൻപിടുത്തമൊക്കെ ആയിട്ട് വെള്ളം കയറി കിടക്കുന്ന പാടത്ത് മണിക്കൂറിലധികമായിട്ട് ഉണ്ട് കേട്ടോ. എറണാകുളത്തിനും തൃശ്ശൂർ ജില്ലയ്ക്കും ഇടയിലെ അതിർത്തി ഗ്രാമ കാഴ്ചകൾ വളരെ സുന്ദരമാണ്. ശരിക്കു പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന അങ്കമാലിയുടെ അതിർത്തി കാഴ്ചകൾ എന്ന് തന്നെ പറയാം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ വിശാലമായ ഈ പാടശേഖരമുള്ളത്. അങ്ങിങ്ങായിട്ട് വരമ്പ് പൊട്ടിച്ചൊഴുകുന്ന വെള്ളച്ചാലുകളും നിറഞ്ഞൊഴുകുന്ന കൊച്ചു തോടും ഇടയ്ക്കിടയ്ക്ക് പച്ച പതച്ച പുൽമേടുകളിൽ മേയുന്ന കന്നുകാലി കാഴ്ചകളും എല്ലാം കുളിര് പകരുന്ന ഒരു മനസ്സുഖം കിട്ടുന്ന കാഴ്ചകളാണ്. എനിക്ക് അങ്ങനെയൊക്കെയാണ്. കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടത്ത് വളർന്നു നിൽക്കുന്ന പൊന്തച്ചെടികളിൽ ചെറിയ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് അതിസുന്ദരമാണ്. ഒപ്പം അതിനിടയിൽ കുളവാഴ പൂക്കളുണ്ട് കേട്ടോ. ഒരറ്റം വെസ്റ്റ് കുരട്ടി പാടമാണെങ്കിൽ മറ്റേ അറ്റത്ത് വാളൂർ പാടമാണ്. വാളൂർ പാടമാണ് കുറച്ചുകൂടി അതിസുന്ദരിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. കുറച്ചധികം പൂക്കൾ നിറഞ്ഞ പലയിടത്തും മണ്ണ് വഴിയൊക്കെയുള്ള റോഡിന് ഇരുവശവും പച്ച പുതച്ച വാളൂർ പാടത്തിനടുത്ത് തന്നെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നതും.
ചാലക്കുടി പുഴയുടെ തീരഭൂമിയിലെ വയലോരമാണ് വാളൂർ പാടം എന്ന് പറയാം. വെസ്റ്റ് കൊരട്ടി പാടം കഴിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാളൂർ പാടത്തേക്ക് എത്തിച്ചേരാട്ടോ. ഇനിയുള്ള കാഴ്ചകൾക്ക് ചാലക്കുടി പുഴയിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് അയ്യപ്പൻ. അറങ്ങാലിക്കടവിലാണ് എൻ്റെ വീട്. തൊട്ട് താഴെ പുഴയുണ്ട്, മണപ്പുറമുണ്ട്. ഇവിടെ ഞാൻ പാർക്കിംഗ് സൗകര്യം ഇട്ടിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഹോളിഡേയ്സിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും കാണാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങാനും എല്ലാം പറ്റുന്ന സ്ഥലമാണ്. കാടുകുറ്റി പഞ്ചായത്ത് 6-ാം വാർഡും 7-ാം വാർഡുമാണ് അപ്പുറത്ത് ഇപ്പുറത്തുള്ളത്. അന്നനാടെന്ന് പറയും. ഞാൻ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോൾ ഹൈസ്കൂളിൽ പഠിക്കാൻ ഇവിടെ 7 വരെ ഉണ്ടായുള്ളൂ. 6 മാസം കടത്തുണ്ട് പഞ്ചായത്തിൻ്റെ വക. ബാക്കി 6 മാസം ഇറങ്ങി കടന്നു പോകണം. എന്നാലും നനയാതെ അരയ്ക്ക് താഴെ വെള്ളം ഉണ്ടാവുള്ളൂ. 50 കൊല്ലത്തിന് മുകളിലുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് 77 വയസ്സായി. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലതും കണ്ടും കേട്ടും അങ്ങനെ നമ്മൾ ജീവിച്ചു പോരുകയാണ്. എൻ്റെയാണ് ഈ പാർക്കിംഗ് സ്ഥലം. പക്ഷേ ജോലിയിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തിട്ട് 21 കൊല്ലമായി. ഞാൻ FSCT കമ്പനിയിലായിരുന്നു. മക്കളുണ്ട്, 3 മക്കൾ, 2 പെണ്ണും 1 ആണും. 3 പേർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 6 പേരമക്കളുടെ അച്ചാച്ചനാണ്. ഒത്തിരി വണ്ടികളൊന്നും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ മഴയുടെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലീനായിട്ട് തട്ടി നിരത്തിയിട്ട് പുല്ലും കാടൊക്കെ ഒന്ന് വെട്ടി തിരും കൂടി വിശാലമാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. മാർച്ച് കഴിഞ്ഞാൽ വെക്കേഷനുള്ള 2 മാസം 2 മാസക്കാലാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരിക. അറങ്ങാലി ഫസ്റ്റ് മിക്കതും ഈ വെക്കേഷനിലേ വരുള്ളൂ. അത് 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവും. ജനങ്ങൾ തടിച്ചുകൂടി കേൾപ്പിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ എത്തും. വഴിയുള്ളത് അതായത് നമ്മൾ ഡിവൈൻ്റെ അവിടെ വന്നിട്ടാണ് തെക്കുന്ന് വരുന്നവരൊക്കെ വരുന്നത്. വടക്കുന്ന് വരുന്നവരും ഡിവൈൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിയും. ഇവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് മണ്ടിക്കുന്ന് കപ്പേള കഴിഞ്ഞിട്ട് നേരെ അറങ്ങാലിക്കടവിലേക്കുള്ള ഇത്. ഇപ്പോൾ ഇത് മൊബൈലിലൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ, വഴി റൂട്ട്. കിട്ടും. ആരുടെയും ശല്യമൊന്നുമില്ല. നാടിൻ്റെ മഹിമ കാണിച്ച് ഒന്നും നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു പുഴ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഈ ക്ലബിൻ്റെ അവിടെ ഒരു ടീമുകളുണ്ട്. അപ്പോൾ 18-ലെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് മണൽ പുതിയത് വന്നു. ഡാം തുറക്കാതെ നിന്ന് കഴിഞ്ഞിട്ട് ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാണ്ടായപ്പോൾ ഡാം തുറക്കേണ്ടി വന്നു. തുറന്നിട്ട് ഷട്ടർ അടയ്ക്കാൻ പറ്റാണ്ട് വന്നു. തടികൾ വന്ന് അടിഞ്ഞിട്ട് ഡാമിൻ്റെ അകത്തുള്ള മണലും കൂടി ഒഴുകി പോകുന്നു. ഇവിടെ വന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിദേശികൾ വരെ കാണാൻ വന്ന. അങ്ങനെയാണ് ഞാൻ പാർക്കിംഗ് ഇവിടെ ഇട്ടത്. പിന്നെ സായിപ്പ് മദാമയൊക്കെ വരുമെന്ന് കേട്ടറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല. അപ്പം ഞാൻ സന്തുഷ്ടനാണ്. വെക്കേഷനിൽ വരുമ്പോൾ നല്ല പരിപാടികൾ ഉണ്ടായിരിക്കും ഇവിടെ. ആറങ്ങാലി കടവിൽ നിന്നും നമുക്ക് മറ്റൊരു കടവിലേക്ക് പോകാം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള തൂക്കുപാല കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്കമാലിക്കടുത്ത് ഇങ്ങനൊരു തൂക്കുപാലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗെയ്സ്? തൈക്കൂട്ടം ഹാങ്ങിങ് ബ്രിഡ്ജ്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൂക്കുപാലത്തിലേക്ക് എത്തിച്ചേരാട്ടോ. തൈക്കൂട്ടം തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ആറങ്ങാലി മണപ്പുറത്ത് നിന്ന് 6 കിലോമീറ്റർ ദൂരപരിധിയിലാണ്.
ചാലക്കുടി പുഴയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സ്റ്റോറി ലൈൻ അങ്കമാലിയുടെ അതിർത്തി കാഴ്ചകൾ എത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്കമാലിക്കാരുടെ തൂക്കുപാലം കണ്ടല്ലോ അല്ലേ? അങ്കമാലിക്കടുത്തുള്ള പുത്തൻ കാഴ്ചകൾ തിരുവോണ ദിനത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ സന്തോഷമൊക്കെയുണ്ട്, ഒപ്പം അഭിമാനവും. പുതിയ സ്റ്റോറിയുമായിട്ട് അടുത്ത ആഴ്ച കാണാം ഗൈസ്.